അപ്പോൾ എന്താണ് സ്പൈ ക്യാമറ? നമുക്ക് ഗൂഗിളിനോട് തന്നെ ചോദിക്കാം. Spy camera. ചാര ക്യാമറ. ചാര ക്യാമറ. സ്പൈ ക്യാമറകൾ ഒരുപാട് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. നമുക്കറിയാം പെൻ ക്യാമറകളും അതുപോലെ തന്നെ കീ ചെയിൻ ക്യാമറകളൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബട്ടൺസിൻ്റെ സൈസ് വരെയുള്ള ക്യാമറകൾ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്രത്തോളം വെറൈറ്റി ആയിട്ട് ഹൈ എൻഡ് ടെക്നോളജി അപ്ലൈ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് ദിനം പ്രതി ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന് ഉപഭോക്താക്കൾ ഒരുപാടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീക്രട്ട് ക്യാമറാസ് എവിടെ കിട്ടും എന്നുള്ളതല്ല, ഇന്ത്യയിൽ നിയമാനുസൃതമായിട്ട് അത് വിൽക്കാനും വാങ്ങാനും ഇൻസ്റ്റലേഷൻ ചെയ്യാനും കഴിയുന്നതാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാനേജറിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലൊരു ഫ്ലവർ വേസ് ഇരിക്കുകയാണ്. ഈ ഒരു ഫ്ലവർ വേസിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് കണ്ടിട്ട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുകയാണ് ഇതൊരു സീക്രട്ട് ക്യാമറ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പല ഫയൽസും മിസ്സായി പോകാറുണ്ട്, ഇതിന് ശേഷം അങ്ങനെ ഫയൽസ് ഒന്നും മിസ്സായി പോയിട്ട് കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയുടെ വീഡിയോ എടുക്കണമെങ്കിൽ അതിൻ്റെ മെമ്മറി കാർഡ് ഊരി എടുക്കണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന റിയൽ ടൈം സ്ട്രീമിംഗ് ക്യാമറകളാണ്. സ്പൈ ക്യാമറകൾ എന്നുള്ള വീഡിയോസ് നമ്മൾ ഏത് ആവശ്യത്തിന് ഉപയോഗിക്കണു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇന്ത്യയിലെ നിയമം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സ്പൈ ക്യാമറകൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ നമ്മുടെ പ്രൈവറ്റ് പ്ലേസുകളിൽ നമുക്ക് ക്യാമറ സീക്രട്ടായിട്ട് വെക്കുന്നതിന് ഇന്ത്യയിലെ നിയമം നമുക്ക് ഒരിക്കലും എതിരല്ല. അപ്പോൾ ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ക്യാമറ വെക്കാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട്. ബാത്റൂംസ്, ചേഞ്ചിങ് റൂംസ്, ലോക്കർ റൂംസ്, ഹോട്ടൽ റൂംസ്, പബ്ലിക് പ്ലേസസ് ആൻഡ് അതേഴ്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അഴിമതി, കുറ്റകൃത്യങ്ങൾ, പീഡനം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കെതിരെ കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു തെളിവും കൂടെയാണ് ഈ ടൈപ്പ് ക്യാമറകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ മറ്റൊരാളുടെ സമ്മതമോ അറിവോ ഒന്നും ഇല്ലാതെ ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് കടന്നു കയറിയിട്ട് അയാളെ ചൂഷണം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാളുടെ വീഡിയോസ് എടുത്ത് പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ വീഡിയോസ് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ ആക്ട് പ്രകാരം, ഇന്ത്യൻ IT ആക്ട് പ്രകാരം, അതുപോലെ IPC 1860 പ്രകാരമൊക്കെ കുറ്റകൃത്യം തന്നെയാണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഓഫീസിലൊക്കെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതൊക്കെ നിയമാനുസൃതമായിട്ട് തെറ്റാണോ അല്ലേ എന്ന്. ഓഫീസിൽ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്ലേസുകൾ, പ്രൈവറ്റ് പ്ലേസുകളിലൊന്നും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ടും അവിടെ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന്. ഇതുപോലെയുള്ള പബ്ലിക് പ്ലേസുകളിലെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ സീക്രട്ട് ക്യാമറാസ് ഉപയോഗിച്ചിട്ടല്ല, അല്ലാതെ തന്നെ നിങ്ങൾ റെക്കോർഡിങ്ങിലാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആ ക്യാമറ വെക്കുന്ന ആളുടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.